അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 വ്യാഴാഴ്ച. 40 ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിന് ശേഷം വോട്ടുറപ്പിക്കുന്നതിനായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഇന്ന് നിശബ്ദ പ്രചാരണത്തിൽ. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തുവാൻ 2.77 കോടി വോട്ടർമാരാണുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുരക്ഷയൊരുക്കാൻ 66,303 പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് 62 കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ BJPക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ചയ്ക്കകം പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ BJPയുടെ പരാതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാഹുൽ പ്രസംഗങ്ങളിലൂടെ തെക്ക് വടക്ക് വിഭജനത്തിന് ശ്രമിച്ചുവെന്ന പരാതിയിലാണ് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 77ാം വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. മോദിയുടെ കാര്യം വരുമ്പോൾ കമ്മീഷന്റെ നട്ടെല്ല് വളയുമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അതോടൊപ്പം വിദ്വേഷ പ്രസംഗത്തിൽ മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അമേരിക്കയിലുള്ള ഒരു സംഘം ഗുജറാത്തികൾ പ്രചാരണം തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 1 ലക്ഷം ഇമെയിലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കാനാണ് അവരുടെ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ബിക്കാനിൽ BJP ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഖാനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു മുസ്ലിമായതിനാൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിരാശയുണ്ടെന്നും BJPക്ക് വേണ്ടി താൻ മുസ്ലിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് സമുദായത്തിലെ ജനങ്ങൾ സംസാരിക്കുമെന്നും തന്നോട് പ്രതികരണം തേടുമെന്നും ഉസ്മാൻ ഖാനി സൂചിപ്പിച്ചിരുന്നു. രാജസ്ഥാനിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 3-4 ലോക്സഭാ സീറ്റുകളും BJPക്ക് നഷ്ടപ്പെടുമെന്നും ഖാനി പ്രതികരിച്ചു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം പ്രകടന പത്രിക എന്ന മോദിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരു മല്ലേശ്വരം പോലീസ് BJPക്കെതിരെ കേസെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശം BJPയുടെ എക്സ് ഹാൻഡിൽ ട്വീറ്റ് ചെയ്തതിനാണ് കേസ്. മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ വികസനത്തിന് മതഭേദമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും തുല്യ അവസരവും അവകാശവും എന്നതാണ് BJP നയമെന്നും രാജ്യത്തെ വിഭവങ്ങൾക്ക് ആദ്യ അവസരം ദരിദ്രർക്കും ആദിവാസികൾക്കുമാണെന്നും മോദി പറഞ്ഞു. താൻ മോശം ഭാഷയിൽ സംസാരിച്ചെന്ന് പറയുന്നവർ വാചകമടിക്കുന്നവരും തങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണെന്നും വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിന് വിശദീകരണമായി മോദി വ്യക്തമാക്കി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകി. ലഫ്റ്റനന്റ് ഗവർണറുടെ കേരള സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർ BJPക്ക് വേണ്ടി നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണെന്നും VD സതീശൻ കത്തിൽ വ്യക്തമാക്കി. BJPയുടെ കളിപ്പാവകളായ ഗവർണർമാർ ഇവിടെ വന്ന് മതമേലധ്യക്ഷന്മാരെ കണ്ടതുകൊണ്ട് വിശ്വാസികൾ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ അവർ വേറെ ഏതോ ലോകത്താണെന്നേ പറയാനുള്ളൂവെന്ന് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സഭാ നേതാക്കളെ കണ്ടതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് BJP സർക്കാരാണ്. താൻ മണിപ്പൂരിൽ അത് നേരിട്ട് കണ്ടിരുന്നെന്നും ഹൈബി കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതല പട്ടിക ചോർന്ന സംഭവത്തിൽ LD ക്ലർക്ക് യദു കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു.
നടപടി ആവശ്യപ്പെട്ട് കളക്ടറേറ്റിൽ ആന്റോ ആന്റണിയും കോൺഗ്രസ് നേതാക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കളക്ടറുടെ നടപടി. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക CPM അനുകൂല സംഘടന ചോർത്തിയെന്നും ഇന്ന് പോളിംഗ് സാമഗ്രികൾ വാങ്ങുമ്പോൾ മാത്രം ഉദ്യോഗസ്ഥർ അറിയേണ്ട പോളിംഗ് സ്റ്റേഷനുകളുടെ വിവരങ്ങളാണ് ചോർത്തിയതെന്നും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക വാട്സാപ്പിൽ പ്രചരിക്കുകയാണെന്നും കള്ളവോട്ട് ചെയ്യാനുള്ള CPMന്റെ നീക്കമാണിതെന്നും ആന്റോ ആന്റണി ആരോപിച്ചിരുന്നു. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ CPM നേതാവ് EP ജയരാജനാണെന്ന ആരോപണവുമായി KPCC പ്രസിഡന്റ് K സുധാകരൻ. ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ച നടന്നു. പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോൾ ജയരാജൻ പിന്മാറി. ചർച്ചയ്ക്ക് മധ്യസ്ഥനുണ്ട്. അദ്ദേഹം തന്നെ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറി ആവാത്തതിൽ EP നിരാശനായിരുന്നു. ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ EP അവഗണിക്കപ്പെട്ട അവസ്ഥയിലായി. പിണറായിയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്ന് ആരോപണം. ഇന്നലെ വൈകിട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹന വ്യൂഹത്തിലായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ആയുധങ്ങൾ വാഹനത്തിൽ നിന്നും എടുത്തു മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും UDF പുറത്തുവിട്ടു. എന്നാൽ പ്രചാരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണ് വണ്ടിയിൽ നിന്നും എടുത്തുമാറ്റുന്നതെന്നാണ് CPM വിശദീകരണം. വയനാട്ടിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വെറ്റിലയും മുറുക്കും പുകയിലുമടക്കം ഉൾപ്പെട്ട കിറ്റുകൾ എത്തിച്ച സംഭവത്തിൽ BJPയെ കുറ്റപ്പെടുത്തി ഇടത് വലത് മുന്നണികൾ. ബത്തേരിയിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ 1500ഓളം ഭക്ഷ്യക്കിറ്റുകൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. മാനന്തവാടി കെല്ലൂരിലും കിറ്റുകൾ വിതരണത്തിന് എത്തിച്ചെന്നാണ് ആരോപണം. നേരെ ചൊവ്വെ മത്സരിച്ചാൽ വോട്ട് കിട്ടില്ലെന്നും അതുകൊണ്ട് കിറ്റ് കൊടുത്ത് തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ BJP ശ്രമിക്കുന്നതായും T സിദ്ദിഖ് MLA ആരോപിച്ചു. ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചാണ് കിറ്റ് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് CPMും ആരോപിച്ചു. വയനാട്ടിൽ കിറ്റുകൾ തയ്യാറാക്കിയത് BJPക്ക് വേണ്ടിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഗൂഢാലോചനയുണ്ടെന്നും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറഞ്ഞു. സംഭവം BJPയുടെ മേലിൽ കെട്ടിവെക്കാൻ നോക്കേണ്ടെന്നും ബന്ധപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്നും BJP സ്ഥാനാർത്ഥിക്ക് തികഞ്ഞ മുൻതൂക്കമുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള ഗൂഢാലോചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 40 വർഷമായി താൻ തിരുവനന്തപുരത്തുകാരനാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. തരൂരിനെ പോലെ പൊട്ടിവീണതല്ല. അദ്ദേഹം ഇടയ്ക്ക് വന്നുപോകുന്നത് പോലെയല്ല. താൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നയാളാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. താൻ 1ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് UDF BJP മത്സരം. ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അതുതന്നെയാണ് ഗോവിന്ദൻ മാഷും പറഞ്ഞത്. കേരളത്തിൽ മത്സരം UDFും LDFും തന്നെയാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. വോട്ടർമാർ കൂട്ടത്തോടെ വരുന്നത് തടഞ്ഞ് ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് കാസർഗോഡ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. 27 വൈകിട്ട് 6 വരെയാണ് കാസർഗോഡ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നിരോധനാജ്ഞ ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം പരാജയഭീതി മൂലമാണെന്ന് MV ബാലകൃഷ്ണൻ പറഞ്ഞു. മതസാമുദായിക നേതാക്കളെ സന്ദർശിച്ച് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. രാവിലെ പാലാ കുരിശുപള്ളിയിൽ സന്ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപി പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. അരുവിത്തുറ പള്ളിയിൽ പോകണമെന്നത് നേർച്ചയായിരുന്നുവെന്നും സന്ദർശനം തികച്ചും വ്യക്തിപരമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. CPMനെതിരെ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. മുസ്ലിം വിരുദ്ധത സമീപനം സ്വീകരിച്ച ആളാണ് MV ഗോവിന്ദനെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന CPM പാർട്ടി ഗ്രാമങ്ങളിൽ നടത്തുന്നത് മുസ്ലിം വിദ്വേഷ പ്രവർത്തനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിലെയും കാസർകോട്ടെയും പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചവരാണ് CPM. അധികാരത്തിൽ വന്നാൽ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ബംഗാളിലും ഇത് കണ്ടതാണ്. ഫാസിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മേൽക്കോയ്മ ഇല്ലാതാക്കാൻ സമ്മതിദാന അവകാശം ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മാസപ്പടി കേസിൽ അടുത്ത മാസം 3-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയും. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാരനായ മാത്യു കോഴിനാടൻ കോടതിയിൽ 3 രേഖകൾ ഹാജരാക്കി. CMRLനെ ഭൂപരിധി ലംഘിച്ച് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സും ആലപ്പുഴയിൽ നടന്ന ഖനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും മാത്യു കോഴിനാടൻ ഹാജരാക്കി. കൂടാതെ ആലപ്പുഴയിൽ നടന്നത് പ്രളയാന്തരമുള്ള മണ്ണുമാറ്റലല്ല, ഖനനമാണെന്നും കുഴൽനാടൻ വാദിച്ചു.
പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് ലളിതമായി കാണാനാവില്ലെന്നും മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നതെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രത്യേക മുൻകരുതൽ എടുത്തുകൊണ്ട് മാത്രമേ ജനങ്ങൾ പുറത്തിറങ്ങാൻ പാടുള്ളൂവെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. ദില്ലി സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രതിഷേധം നടത്തി. 10 വർഷമായി അനാരോഗ്യത്തെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ച കമ്മീഷന്റെ വേർപാട് ദുഃഖത്തോടെ അറിയിക്കുന്നുവെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി നിയമിതരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരുടെ ചിത്രങ്ങളും ഒരു പോസ്റ്ററിൽ ഉണ്ട്. 2016 അധ്യാപക നിയമന ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൽക്കട്ട ഹൈക്കോടതിയെ BJP വിലയ്ക്ക് വാങ്ങിയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഒരു വോട്ട് പോലും ആരും BJPക്കും കോൺഗ്രസിനും CPMനും ചെയ്യാൻ പോകുന്നില്ലെന്നും അവർ പറഞ്ഞു. ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിയമവിരുദ്ധമായി IPL മത്സരങ്ങൾ സംപ്രേഷണം ചെയ്ത കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബോളിവുഡ് താരം തമന്ന ഭാട്ടിയയ്ക്ക് നോട്ടീസ്. താരം ഫെയർ പ്ലേ ആപ്പിന്റെ ഭാഗമായി പ്രചാരണം നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ മാസം 29-നകം ഹാജരാകാനാണ് മഹാരാഷ്ട്ര സൈബർ സെല്ലിന്റെ നിർദ്ദേശം. ഖൈസർഗഞ്ചിൽ ഇത്തവണയും താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി BJP നേതാവും മുൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ. മണ്ഡലത്തിൽ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി താൻ തന്നെയാണെന്നും പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും 99.9% താൻ തന്നെയായിരിക്കും ഇവിടെ മത്സരിക്കുന്നതെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞു. ഗാസയിൽ കൂട്ട ശവക്കുഴികൾ കണ്ടെത്തിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടന. ഗാസ ആശുപത്രികളിൽ ശവക്കുഴികൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്നതെന്ന് UN മനുഷ്യാവകാശ വിഭാഗം മേധാവി പ്രതികരിച്ചിരുന്നു. വ്യക്തവും സുതാര്യവുമായ അന്വേഷണം വിഷയത്തിൽ വേണമെന്ന് UN ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.